അവസ്ഥയിൽ ഏറ്റവും കൂടുതലായിട്ട് ഡയബറ്റിസ് ഈ 3 രാജ്യങ്ങളിലും ചൈനയിൽ നമ്പർ 1, അതിനുശേഷം ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡയബറ്റിസ് തന്നെയാണ് നമ്മളെ കിഡ്നി രോഗത്തിലും അല്ലെങ്കിൽ കിഡ്നി ആൻഡ് റിലേറ്റഡ് ഇൽനസ് എന്ന് ഞങ്ങൾ സൗകര്യപൂർവ്വം പറയുന്നത്. അതായത് കിഡ്നിയും അനുബന്ധ രോഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അനുബന്ധ രോഗങ്ങൾ, അതായത് ഹൃദയം അതുപോലെയുള്ള മറ്റുള്ള അവയവങ്ങളുമായിട്ടുള്ള അനുബന്ധപ്പെട്ടിരിക്കുന്ന രോഗങ്ങൾ കിഡ്നിയെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇതേവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പം ക്യാൻസർ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ നമ്പർ 1 ഡിസീസാണ്. നമ്പർ 2 ആയിട്ട് നിൽക്കുന്നതാണ് ഹൃദയരോഗം കൊണ്ടുള്ള മരണങ്ങൾ. 3ാമത്തെ സ്ഥാനത്തേക്ക് കിഡ്നി രോഗം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇത് എത്തിയിരിക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പോഴുള്ള സ്ഥിരീകരണ കണക്കുകൾ നമ്മളെ ഇന്ത്യ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ, ചൈന അതുപോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ അപരിമിതവും അപക്വവുമാണ്. നമുക്ക് അതിൽ നിന്നും ശരിക്കും ഒന്നും പ്രവചിക്കാൻ തന്നെ പറ്റില്ല. നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിരീകരണ കണക്കുകൾ വെച്ചിട്ടാണ് ഇപ്പോഴും പറയുന്നത്. അതിലും എത്രയോ കൂടുതലാണ് ഈ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ. കാരണം അത്രയും കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ കിഡ്നിയുടെ അസുഖങ്ങൾ 3ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നതെങ്കിലും നമുക്ക് കിഡ്നിയുടെ അസുഖങ്ങൾ തന്നെയാണ് അധികമായിട്ടുള്ള ഹൃദയ ആഘാതം മൂലം വരുന്ന മരണനിരക്കിനും അതുപോലെ തന്നെ ക്യാൻസർ രോഗം മൂലം വരുന്ന മരണനിരക്കിനും കൂടുതലാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ക്യാൻസർ രോഗം വന്ന രോഗിക്ക് ഒരു കിഡ്നി രോഗം അല്ലെങ്കിൽ വൃക്കരോഗം ഏതെങ്കിലും തരത്തിലുണ്ട് എങ്കിൽ അവരെ മരണനിരക്ക് വളരെ കൂടുതലാകും. പക്ഷെ നമ്മുടെ റിപ്പോർട്ടിങ്ങിൽ പലപ്പോഴും അത് ക്യാൻസർ രോഗം എന്ന് മാത്രമേ എഴുതുള്ളൂ. അങ്ങനെ അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു രോഗിക്ക് ആൾറെഡി ഹൃദയരോഗം ഉണ്ടെങ്കിൽ, കിഡ്നി രോഗം ഉണ്ടെങ്കിൽ, വൃക്കരോഗം ഉണ്ടെങ്കിൽ അവർക്ക് ഈ മരണനിരക്ക് വളരെ 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 കൂടുതലാവുകയും അവർക്ക് മരണകാരണത്തിന് ഇടയാവുകയും ചെയ്യുന്നു. പക്ഷെ ഇത്തരം കാരണങ്ങൾ പലപ്പോഴും നമ്മുടെ ആതുര ശുശ്രൂഷ രംഗത്ത് പലപ്പോഴും പ്രഗല്ഭരായ സ്ഥലങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടുതലായി വരുന്ന ഈ ഡയബറ്റിക് ഇപ്പോഴുള്ള ഇതിൽ എൻ്റെതായ സ്വന്തമായിട്ടുള്ള 2-3 വാക്കുകളുണ്ട്. ഒന്ന്, നമ്മള് 40% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് നൗ ബിക്കമിങ് ഡയബറ്റിക്. ഇപ്പോഴുള്ള വേൾഡ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ 40% ജനങ്ങൾ എല്ലാവിധ കൺട്രികളിൽ നിന്നും ഏകദേശം ഡയബറ്റിക് സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് എബവ് 40 ഏജ് കഴിയുമ്പോഴേക്കും നമ്മൾ ഡയബറ്റിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായിട്ട് കിഡ്നി ഡിസീസ് ആയിട്ട് വരുന്ന ഏകദേശം 40% രോഗികൾ, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ആയി വരുന്ന 40% രോഗികൾ വൃക്കരോഗം കാരണമാണ്, ഡയബറ്റിസ് രോഗവും കാരണമാണ് അവർക്ക് വൃക്കരോഗം വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റിസ് രോഗം വന്നിരിക്കുന്ന ഒരു രോഗിയുടെ വൃക്കകൾ വളരെ മുൻപേ ആണെങ്കിൽ, ഒരു ഡയബറ്റിസ് ഇല്ലാത്തൊരു രോഗിക്കാണ് അത് വെക്കുന്നതെങ്കിൽ, മാറ്റിവെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മാറ്റിവെക്കാനുള്ള സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ ആ വൃക്കകൾ ഡയബറ്റിസിനെ ബാധകമാകുന്നില്ല അല്ലെങ്കിൽ ബാധിക്കുന്നില്ല എന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നമുക്ക് മനസ്സിലാക്കേണ്ടി നമ്മുടെ സയൻസിന്റെ സമൂഹത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എന്നാലും ഈ ഒരു ബോധവൽക്കരണം ജനങ്ങളുടെ ഇടയിലും കൂടി ഉണ്ടാകണം. കാരണം ഡയബറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ഷുഗർ കൂടിയിരിക്കുന്ന ഒരു അവസ്ഥ ആണ് നമ്മളുടെ കിഡ്നിക്ക് ഡാമേജ് വരുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ജനങ്ങൾക്കിടയിൽ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യകരമായി വന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് പല ഡയബറ്റോളജിസ്റ്റുകളും അല്ലെങ്കിൽ ഈ ഡയബറ്റീസിന്റെ പ്രത്യേകതമായ ചികിത്സ എടുക്കുന്ന ആളുകളും പറയുന്ന ടൈറ്റ് കൺട്രോൾ ഓഫ് ഡയബറ്റീസ് വളരെ പ്രാധാന്യമുള്ള ഒരു അവസ്ഥയാണ്, ഒരു ചികിത്സാ സംവിധാനമാണ്. പിന്നീട് നമുക്ക് ഈ ഡയബറ്റിസ് വളരെ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പോപ്പുലേഷനും കൂടി, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, നമുക്കറിയാം ഒരു സുനാമി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. കാരണം സുനാമി ആൾവേസ് നീഡ് സം കൈൻഡ്സ് ഓഫ് എന്തെങ്കിലും ഒരു എക്സ്പ്ലോഷൻ ആവശ്യമാണ്, either in the form of earthquake or something else, and it is not necessary always quake will produce a tsunami. But നമ്മുടെ ഇപ്പോഴുള്ള ഈ ആൾറെഡി നമുക്കൊരു സുനാമി എർത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അറൗണ്ട്
356 മില്യൺസ് ഓഫ് ഡയബറ്റീസ് ആണ് നമ്മളെ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു 2015 ആകുമ്പോഴേക്കും 356 മില്യൺ ദശലക്ഷത്തോളം ഡയബറ്റീസ് രോഗികൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനെ ഒരു ഡയബറ്റിക് സുനാമി എന്ന് പറയാം. കാരണം സുനാമി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് തടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ള ഒരവസ്ഥ. ഈ ഡയബറ്റിക് സുനാമിയിലൂടെ വരുന്നത് ഏറ്റവും ഡാമേജസ് വരുന്നത് 1 കിഡ്നിക്കാണ്, 2 ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദയങ്ങൾക്കാണ്, പിന്നീട് ഇതുപോലെ വരുന്ന ക്യാൻസർ രോഗങ്ങൾക്ക്. അതുകൊണ്ട് നമ്മുടെ വിക്ടറി സ്റ്റാൻഡിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് കാണിച്ചിരിക്കുന്ന വിക്ടറി സ്റ്റാൻഡിൽ ക്യാൻസർ രോഗവും ഹൃദയരോഗവും 1ഉം 2ഉം സ്ഥാനങ്ങളിലും അതുപോലെ തന്നെ 3ആം സ്ഥാനത്ത് കിഡ്നി രോഗം വന്നിരിക്കുകയാണ്. ഇതൊരു ഡയബറ്റിക് സുനാമിയുടെ റിസൾട്ടാണ്. മറ്റു രോഗങ്ങളിൽ പ്രധാനമായും നമ്മൾ പ്രൈമറി കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഈ കിഡ്നിയുടെ അകത്തുനിന്ന് തന്നെ ഉണ്ടാകുന്ന കിഡ്നി രോഗങ്ങൾ പലപ്പോഴും നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ കൃത്യമായ ചെക്കപ്പ് മൂലം അല്ലെങ്കിൽ റെഗുലർ ചെക്കപ്പ് നമ്മൾ പറയുന്ന ടെസ്റ്റിംഗ്, കൃഷ്ണ പറഞ്ഞ പോലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ തന്നെ വെക്കുന്ന ചെക്കപ്പ് മൂലം നമുക്ക് പരിശോധനകൾ കുറയ്ക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് മൂലം നമുക്ക് അതിനെ എൻഡ് സ്റ്റേജ് കിഡ്നിയിലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ കംപ്ലീറ്റ് പൂർണ്ണമായ രക്തസ്തംഭനം സംഭവിക്കുന്നതിലേക്ക് തടുക്കാൻ അല്ലെങ്കിൽ അവയെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ നമ്മുടെ ജീവിത ദൈർഘ്യവും അതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഈ അസുഖം ഉണ്ടായിരിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുകയും നമ്മളൊരു ജോലി എടുക്കുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായി നമുക്ക് സമൂഹത്തിൽ അവരെ ഏത് ജോലി എടുക്കുന്നോ ആ ജോലിക്ക് ഉപകാരപ്രദമായി നിൽക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പ്സ്, കാരണം ഒരു ആള് അസുഖമായിട്ട് നമ്മളെടുത്ത് പലപ്പോഴും വരുമ്പോഴേക്കും ഏകദേശം നമ്മളുടെ 2 കിഡ്നികളുടെ ഡാമേജ് അല്ലെങ്കിൽ അവയവത്തിന്റെ ഡാമേജ് 50 കൂടുതലായിട്ട് ഭാഗങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ളൊരു സത്യാവസ്ഥ. ഇത്തരം ആളുകൾക്ക് പലപ്പോഴും നമ്മൾ നേരത്തെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം സാധാരണമായിട്ടുള്ള ഒരു മൂത്ര പരിശോധന അല്ലെങ്കിൽ രക്തപരിശോധന, ഒരു പ്രഷർ ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഉദാഹരണത്തിന് നീരുണ്ടോ അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിലൂടെ അവരെ ആ അസുഖങ്ങൾ അവിടെ വെച്ച് തടുത്തു നിർത്തുകയും ചെയ്യാം. ഈ അവസരത്തിൽ പലപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ വരുന്ന പല ആളുകളും ഞാൻ കാണാറുണ്ട്, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെക്കപ്പിന്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല, കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയും. ഈ സമയങ്ങളിൽ പോലും ഞങ്ങൾ നോക്കുമ്പോഴും പലപ്പോഴും കാലിൽ നീരോ അല്ലെങ്കിൽ മുഖത്ത് നീരോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള വ്യക്തമായ ലക്ഷണങ്ങളോ കാണും. പക്ഷെ ഈ കാരണങ്ങൾ ഒരിക്കലും ഈ അനുഭവപ്പെടുന്ന വ്യക്തികൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥാവിശേഷം നമുക്ക് ഇപ്പോൾ നിലവിലുള്ളതുകൊണ്ട് ആരും ഇത്തരം കാരണങ്ങൾക്ക് വേണ്ടി ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങളെയോ നമ്മൾ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും വളരെ തുല്യമായിട്ടുള്ള ഒരു സത്യാവസ്ഥ. ഈ അവസ്ഥാവിശേഷം മാറ്റണമെങ്കിൽ നമുക്ക് ബോധവൽക്കരണ സെമിനാറുകളും ഇതുപോലെയുള്ള ബോധവൽക്കരണ സ്പീച്ചുകളും നമുക്ക് വളരെ കൂടുതൽ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻനിർത്തിയാണ് നമ്മൾ ഈ സമൂഹത്തിലുള്ള വളരെ അധികം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ വർഷം തോറും, അതും ഈ ലോക വൃക്ക ദിനത്തിന്റെ ദിവസം തന്നെ നമ്മൾ ഇത്തരം